നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ച പഠിച്ചാൽ തീരുമെന്ന് ചോദിച്ചാൽ ഇപ്പം തുടങ്ങിയാൽ തീരും. നമ്മൾ തലേദിവസം ചോദിക്കുകയാണ് പഠിച്ചാൽ തീരുമെന്ന് ചോദിച്ചാൽ തീരത്തില്ല. കാരണം നമ്മൾ ഇപ്പോഴേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ചാണ് പഠിക്കുന്നത്. ഇപ്പം പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു 5 ദിവസമൊക്കെ മതി നല്ല വൃത്തിയായിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വെച്ച് പഠിക്കാൻ. കാരണം 7 ദിവസം ഒരു വിഷയമുള്ളവർക്ക് ഒരാൾക്ക് ഒരു 3-4 മണിക്കൂർ, അവർ കൂടുതൽ കഷ്ടപ്പെടണം, ഒരു 3-4 മണിക്കൂർ വെച്ച് പഠിക്കണം. 2 വിഷയങ്ങളും 3 വിഷയങ്ങളും ഒക്കെ ഉള്ള ഒരു മിനിമം ഒരു 8 മുതൽ 10 മണിക്കൂർ വരെയൊക്കെ കഷ്ടപ്പെടണം. അതിനകത്ത് ഷോർട്ട് കട്ട് നോക്കരുത്. പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഷോർട്ട് നോട്ട്സ് തരാമോ. ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് വളരെ വളരെ 1-2 വരിയിലൊക്കെ അതെന്ന് വെച്ചാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന അധ്യാപനം നമുക്കറിയാം, വാല്യുവേഷൻ ഒന്നും ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടത്തില്ല. ഷോർട്ട് നോട്ട്സ് പകരം സിമ്പിൾ നോട്ട്സ് ആകാം. നോട്ട്സ് സിമ്പിൾ ആകാം, വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന നോട്ട്സ് ആണെങ്കിൽ ഓക്കെ. പക്ഷേ അതിനകത്ത് ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 2, 3, 4 മാർക്ക് 5 മാർക്കിനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മാർക്ക് കിട്ടത്തില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. നോട്ട്സ് കൊടുക്കുമ്പോൾ സിമ്പിളായിരിക്കണം, പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ലപോലെ പഠിക്കണം. ഒരാഴ്ച എന്ന് പറയുന്നത് ഒരാഴ്ചയാണ്. നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിച്ചു കഴിഞ്ഞാൽ സെയിൽ ഈസി ആയിട്ട് പാസ്സാകാം. എപ്പോഴും ഓർക്കുക, എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. അടുത്ത വർഷം സിലബസും എല്ലാം മാറി. ഓൾറെഡി ഇപ്പം +1-ൻ്റെ ഇംഗ്ലീഷും ഒക്കെ മാറി തുടങ്ങി. അടുത്ത വർഷങ്ങളിൽ ഫുൾ സിലബസ് ഒക്കെ മാറുവാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും സേ പരീക്ഷ. അന്നേരം നല്ല ചാൻസ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും മിസ്സാകാതിരിക്കുക. അത് പഠിച്ചു തുടങ്ങുക. എല്ലാ കുട്ടികൾക്കും ഗംഭീര വിജയം നേടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.